രാജ്യത്തെ റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളുള്ള സ്വയം നിയന്ത്രിത സാങ്കേതിക വിദ്യ വാഹനങ്ങളിൽ ഉൾക്കൊള്ളിക്കുന്നതിനായുള്ള പ്രത്യേക പ്രോത്സാഹനവുമായി കേന്ദ്ര സർക്കാർ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ റോഡ് അപകട മരണങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിലൊന്നായ ഇന്ത്യയിൽ വാഹന സുരക്ഷ മെച്ചപ്പെടുത്താൻ നിർണായക തീരുമാനവുമായി കേന്ദ്ര സർക്കാർ. വാഹനങ്ങളിലെ, പ്രത്യേകിച്ച് കാറുകളിലെ അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങൾക്കും സ്വയം നിയന്ത്രിത വാഹന സാങ്കേതിക വിദ്യകൾക്കും ആവശ്യമായ റേഡിയോ സ്പെക്ട്രം ഉപയോഗിക്കുന്നതിനുള്ള ലൈസൻസ് നിർബന്ധം കേന്ദ്രം ഒഴിവാക്കിയിരിക്കുകയാണ്. റോഡ് അപകടങ്ങൾ കുറയ്ക്കുകയും ആധുനിക സുരക്ഷാ സാങ്കേതിക വിദ്യകൾ കൂടുതൽ വാഹനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ തീരുമാനം. ഇതോടെ ആഗോളതലത്തിൽ ഉപയോഗിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങൾ ഇന്ത്യയിലും കൂടുതൽ എളുപ്പത്തിൽ നടപ്പാക്കാനാകും. സർക്കാർ കണക്കുകൾ പ്രകാരം 2024 രാജ്യത്ത് ഏകദേശം 5 ലക്ഷം റോഡ് അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 1.77 ലക്ഷം പേരിലധികം പേർ മരിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ വാഹന വിപണികളിലൊന്നായ ഇന്ത്യയിൽ റോഡ് സുരക്ഷ ഇപ്പോഴും വലിയ വെല്ലുവിളിയായി തുടരുകയാണ്. അമിതവേഗം, ഗതാഗത നിയമലംഘനങ്ങൾ, റോഡിലെ അച്ചടക്കക്കുറവ് തുടങ്ങിയവയാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണങ്ങൾ. 77 മുതൽ 81 ഗിഗാഹെർട്സ് വരെയുള്ള ഫ്രീക്വൻസി ബാൻഡിൽ പ്രവർത്തിക്കുന്ന റഡാർ സെൻസറുകൾക്കാണ് ലൈസൻസ് ഇളവ് അനുവദിച്ചത്. വാഹനങ്ങൾ തമ്മിലും റോഡരികിലെ സംവിധാനങ്ങളുമായും ആശയവിനിമയം സാധ്യമാക്കുന്ന 5.9 ഗിഗാഹെർട്സ് ബാൻഡിനും ഇതേ ഇളവ് ബാധകമാണ്. ഇതോടെ ഓരോ സാങ്കേതിക സംവിധാനത്തിനും പ്രത്യേക അനുമതി തേടേണ്ട സാഹചര്യം ഒഴിവാകും. വാഹന നിർമ്മാതാക്കൾക്ക് ആഗോള വിപണിയിൽ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ ഇന്ത്യയിലും നേരിട്ട് വിന്യസിക്കാനാകും. റഡാർ സെൻസറുകൾ വാഹനത്തിനു മുന്നിലുള്ള തടസ്സങ്ങളും മറ്റു വാഹനങ്ങളുമായുള്ള ദൂരവും കൃത്യമായി തിരിച്ചറിയാൻ സഹായിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര ബ്രേക്കിംഗ്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, ബ്ലൈൻഡ് സ്പോട്ട് മുന്നറിയിപ്പ് തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങൾ പ്രവർത്തിക്കും. ഡ്രൈവർക്ക് കാണാൻ കഴിയാത്ത അപകട സാധ്യതകളെക്കുറിച്ചും വാഹനത്തിന് മുന്നറിയിപ്പ് നൽകാൻ ഈ സംവിധാനത്തിന് കഴിയും. ഉദാഹരണത്തിന്, ഒരു വളവിനപ്പുറം മറ്റൊരു വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചെയ്താലോ ആംബുലൻസ് അടുത്തെത്തിയാലോ മുൻകൂട്ടിയുള്ള വിവരം ലഭിക്കാൻ പുതിയ സംവിധാനങ്ങളിലൂടെ കഴിയും. വാഹനം ടു എവരിത്തിങ് അഥവാ V2X എന്നറിയപ്പെടുന്ന സാങ്കേതിക വിദ്യയാണ് ഇതിലെ മറ്റൊരു പ്രധാന ഘടകം. വാഹനങ്ങൾ തമ്മിലും ട്രാഫിക് സിഗ്നലുകൾ, റോഡരികിലെ ഉപകരണങ്ങൾ തുടങ്ങിയവയുമായും ആശയവിനിമയം നടത്തുന്ന സാങ്കേതിക വിദ്യയാണിത്. ഒരു വാഹനം അപകടത്തിൽപ്പെട്ടാൽ അതിനു പിന്നിലുള്ള വാഹനങ്ങൾക്ക് ഉടൻ മുന്നറിയിപ്പ് ലഭിക്കും. റോഡിൽ അപകടകരമായ സാഹചര്യമുണ്ടെങ്കിൽ ഡ്രൈവർക്ക് മുൻകൂട്ടി അറിയാനും സാധിക്കും. ഇത്തരത്തിലുള്ള പുതുപുത്തൻ സാങ്കേതിക വിദ്യകൾ വാഹനങ്ങളിൽ മറ്റ് നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ കൂട്ടിച്ചേർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഇന്ത്യയെ അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും മാനദണ്ഡങ്ങൾക്കൊപ്പം എത്തിക്കും. ഇതോടെ വാഹന നിർമ്മാതാക്കൾക്ക് ഇന്ത്യക്കായി പ്രത്യേകം ഉപകരണങ്ങൾ വികസിപ്പിക്കേണ്ടിയും വരില്ല. മെഴ്സിഡസ് ബെൻസ്, BMW തുടങ്ങിയ ആഗോള കമ്പനികൾ വിദേശ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങൾ ഇന്ത്യയിലും അവതരിപ്പിക്കാൻ കഴിയും. അതേസമയം മാരുതി സുസുക്കി, ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര തുടങ്ങിയ ഇന്ത്യൻ കമ്പനികൾക്കും കൂടുതൽ മോഡലുകളിൽ അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റന്റ് സിസ്റ്റങ്ങൾ അഥവാ ADAS ഉൾപ്പെടുത്താനും സാധിക്കും. ഇന്ത്യൻ റോഡുകളിൽ വാഹനങ്ങൾക്കൊപ്പം കാൽനട യാത്രക്കാർ, ഇരുചക്ര വാഹനങ്ങൾ, മൃഗങ്ങൾ എന്നിവയും വലിയ തോതിൽ സഞ്ചരിക്കുന്ന സാഹചര്യത്തിൽ അപകട സാധ്യത വളരെ കൂടുതലാണ്. അത്തരം സാഹചര്യങ്ങളിൽ മനുഷ്യന്റെ ശ്രദ്ധക്കുറവിനെ സാങ്കേതിക വിദ്യ കൊണ്ട് പരിഹരിക്കാനാകും. സ്വയം നിയന്ത്രിത വാഹനങ്ങൾ ഇന്ത്യയിൽ വ്യാപകമാകാൻ ഇനിയും വർഷങ്ങൾ വേണ്ടിവരുമെങ്കിലും അതിലേക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന സുപ്രധാന തീരുമാനമായാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കത്തെ വിലയിരുത്തപ്പെടുന്നത്. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ആയിരക്കണക്കിന് ജീവനുകൾ രക്ഷിക്കാനും കഴിയുന്ന അത്യാധുനിക സുരക്ഷാ സാങ്കേതിക വിദ്യകൾ വാഹനങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് രാജ്യത്തെ ഗതാഗത രംഗത്തിന് പുതുപ്രതീക്ഷ പകരുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.